ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗ് വിത്ത് ഹിമ. ആൻഡ് ഇന്ന് നമ്മളൊരു Q&A സെഷൻ ആട്ടോ ചെയ്യുന്നത്. സോ എന്റെ കോളേജ്, മരിയൻ കോളേജ് കുട്ടിക്കാലത്തിനെ കുറിച്ചും FIUGP കുറിച്ചും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ ഇൻസ്റ്റയിൽ DM ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് വൈ നോട്ട് ഷെയർ ദ ആൻസേഴ്സ് വിത്ത് യു ഓൾ ഗൈസ്. ഈ വീഡിയോയിൽ എനിക്ക് കിട്ടിയ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ ആൻസർ ചെയ്യുന്നത്. എന്നോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഈ FIUGP എന്നതാണ്. സോ FIUGP എന്ന് പറയുന്നത് ഒരു 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് വിച്ച് ഇസ് ഇംപ്ലിമെന്റഡ് ഇൻ കേരള. സോ നൗ ഓൺ 3-year കോഴ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 4-year കോഴ്സിലോട്ടാണ് മാറ്റിയേക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ഇയേഴ്സ് ഇൻ ദ കോഴ്സ്. സോ മോസ്റ്റ്ലി എല്ലാ UG കോഴ്സും 4-year ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 3rd ഇയറിൽ എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയറിലും എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് മരിയൻ കോളേജിലെ നിലവിൽ 3rd and 4th ഇയറിൽ എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ 3rd ഇയറിൽ എക്സിറ്റ് ആവാനാണെങ്കിൽ അതൊരു നോർമൽ ഡിഗ്രി ആയിരിക്കും. 4th ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ഓണേഴ്സും അതുപോലെ വിത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് FIUGP പ്രോഗ്രാം ഡിഫിക്കൽട്ട് ആണോ എന്നാണ്. ആക്ച്വലി പറഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ട് പ്രോഗ്രാം അല്ല. പക്ഷെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യും. ലൈക്ക് നമുക്ക് ഓരോന്നും ഓരോ സബ്ജക്റ്റുകളായിരിക്കും. സോ നമുക്ക് ക്ലാസ് റൂംസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അവേഴ്സ് കുറച്ച് ക്ലാഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അറ്റൻഡൻസിലും അതേപോലെ ഒരു ക്ലാഷസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആണെന്നല്ലാതെ പഠിക്കാൻ അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. ബിക്കോസ് നമ്മൾ എടുത്ത കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും വേറെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സിനെ സബ് മൈനർ ആയിട്ടോ അല്ലെങ്കിൽ MDC, VAC, SCC എന്ന് പറഞ്ഞ കോഴ്സിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ അത്ര ഡിഫിക്കൽട്ട് അല്ല. എക്സാംസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. MCQ, വൈവ, റിട്ടേൺ, പ്രസന്റേഷൻ, ഷോർട്ട് ഫിലിം, വാക്കിൻ ഇന്റർവ്യൂ ടൈപ്പ്, ഹോട്ട് സീറ്റ് ടൈപ്പ്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മരിയൻ കോളേജ് ക്യാമ്പസ് എങ്ങനെയുണ്ടെന്നാണ്. സോ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാസ്റ്റ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് തന്നെ പറയാം. നല്ലൊരു വാസ്റ്റ് ഏരിയയിലാണ് ക്യാമ്പസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ FIUGPക്കാർ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഓടണം, അവിടുന്ന് അങ്ങോട്ട് ഓടണം, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എനിവേ നല്ല വാസ്റ്റ് ക്യാമ്പസ് ആണ്. അത് മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക നേച്ചർ കവേർഡ് ഏരിയ ആണ്. അതല്ല ജൂൺ ജൂലൈ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല കോടയും തണുപ്പുള്ള ഒരു സ്ഥലം കേട്ടോ. അതേപോലെ ഡിസംബർ ടൈമിലും നല്ല കോടയായിരിക്കും കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിലോട്ട് പോകുന്ന നേരത്തൊക്കെ നല്ല ഇങ്ങനെ കോട തങ്ങി കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മരിയനിലുള്ളത്. നോട്ട് ദ പോയിന്റ് ദാറ്റ് സമ്മറിൽ അതിനനുസരിച്ചുള്ള ചൂടും ഉണ്ട്, വെള്ളത്തിനുള്ള കുറച്ച് ക്ഷാമം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. യെസ്, അഫ്കോഴ്സ് മരിയനില് എനിക്ക് തോന്നുന്നു ഒരു 25 above ക്ലബുകൾ ഉണ്ട്, അസോസിയേഷൻസ്, കൾച്ചറൽ പ്രോഗ്രാംസ്, സ്പോർട്സ് പ്രോഗ്രാംസ്, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, വെബിനാർ, സെമിനാർസ്, അങ്ങനത്തെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കുറെ പ്രോഗ്രാംസ് മരിയനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ യെസ്, ദേ പ്രൊമോട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മരിയൻ കോളേജിലെ പഠിത്തം എങ്ങനെയുണ്ടെന്നാണ്. സോ ഇവിടുത്തെ പഠിത്തത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഇവർക്കുണ്ട്. സോ അത് എക്സാം ആവട്ടെ, എന്തെങ്കിലും അസൈൻമെന്റ് ആവട്ടെ, പ്രോജക്റ്റ് ആവട്ടെ, ഇൻ എവറിത്തിങ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ സം, പക്ഷെ യു ക്യാൻ മാനേജ് ദാറ്റ്. ആൻഡ് നല്ലൊരു ഫാക്കൽറ്റി സിസ്റ്റം കൂടി ഉണ്ട് ഇവിടെ. എപ്പോ വേണമെങ്കിലും നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം, അത് വലിയ പ്രശ്നമില്ല. നമുക്ക് ഉച്ചയ്ക്ക് ക്ലാസ് തരും, ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ അവര് പറഞ്ഞു തരാൻ അവര് നിൽക്കാറുണ്ട്. ഇവിടെ കൂടുതലും കോഴ്സ് ഔട്ട്കം വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു തിയറി മാത്രം പഠിപ്പിച്ചു പോവുക അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ കിട്ടാറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ് ആൻഡ് അവരുടെ ടീച്ചിങ് മെത്തേഡ് എങ്ങനെയാണെന്നാണ്. സോ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി നല്ല ഫാക്കൽറ്റീസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഫാക്കൽറ്റീസിനും അനുസരിച്ച് ടീച്ചിങ് മെത്തേഡ് ഡിഫർ ചെയ്യും. ആൻഡ് ഓരോ കുട്ടികൾക്ക് അനുസരിച്ചും അത് ഗ്രാസ്പ് ചെയ്യാനുള്ള മെത്തേഡും ഡിഫറെന്റ് ആയിരിക്കും. എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ് ഒക്കെ നന്നായി പഠിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു ആൻഡ് നല്ലോണം എഫേർട്ട് ഇടുന്ന ആൾക്കാരായിരുന്നു. സോ അവരുടെ ടീച്ചിങ് സ്കില്ലും നന്നായിരുന്നു. ബട്ട് ഇറ്റ് മേ ഡിഫർ, കാരണം ഓരോ പിള്ളേർക്കും ഓരോ രീതിയാണ് മനസ്സിലാക്കാനും പഠിക്കാനുള്ളത്. സോ ഇറ്റ് മേ ഡിഫർ. സോ ഇത്രയാണ് എനിക്ക് കോമഡ്ലി വന്ന DMs എന്ന് പറയുന്നത്. ഇഫ് യു ആർ പ്ലാനിങ് ടു ജോയിൻ മരിയൻ, ഐ ഹോപ്പ് ദിസ് വീഡിയോ
gives you a better understanding. So if you have more questions, do comment below or DM me in Instagram. So that's all. Signing off. Bye bye.